എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ട് കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പല പ്രാവശ്യം കഴുകി. ചിലപ്പോൾ അതിലിങ്ങനെ മൺതരികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അവസാനമാണത് പിഴിഞ്ഞാണ് എടുക്കുന്നത്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അതിലിങ്ങനെ വെള്ളം കുടിച്ചിരിക്കും. അപ്പോൾ ഞാനത് പിഴിഞ്ഞെടുത്തു. അപ്പോൾ ഇതുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഏത് തരത്തിൽ സോയ ചങ്ക്സ് വെച്ചാലും നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് പോഷക സമൃദ്ധമാണെന്നൊക്കെയാണ് പറയുന്നത്. ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഞാനത് തീരെ സിമ്പിളായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അത് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചെറുതായിട്ട് ഞുറുക്കി അരിഞ്ഞിടുകയാണ് ചെയ്തത്. പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെയാണ്. പിന്നെ തക്കാളി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. തക്കാളി ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഒന്നുകൂടെ ഗ്രേവിക്ക് തിക്നെസ് ഒക്കെ കിട്ടും. അപ്പം ഞാൻ അതെല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ ഞാൻ അതിന് ഗരം മസാലയൊന്നും ഉപയോഗിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒരെണ്ണം അതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു. അല്ലെങ്കിൽ അതൊക്കെ തപ്പാൻ പോകുമ്പം പിന്നെ സമയം കുറയാകും. അപ്പം ഞാനത് ഇതൊന്നും അരച്ചിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെജിറ്റബിൾ ഓയിൽ നല്ലതാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് മസാലക്കൂട്ട്, അതിൻ്റെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒരു ചെറിയ പീസ്. അപ്പം വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനത് ചെറിയ അളവിൽ അത് ഇട്ടു. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴാണ് പിന്നെ ഞാൻ ഉള്ളി ഇട്ടത്. നമുക്ക് ഏത് തരത്തിലും ഉണ്ടാക്കാം. വളരെ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിനി ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ആയിരുന്നു ഇടേണ്ടത്. ഞാനത് മറന്നുപോയി. ആദ്യമായിട്ട് ഞാൻ സവാള ഇട്ടു. സാധാരണ ചില കറികൾക്കൊക്കെ ഇടുന്ന മാതിരി സവാളയാണ് ഇട്ടത്. പിന്നെയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ അതൊരു വിധം മൂത്ത് വന്നപ്പോഴത്തേക്കും സവാള ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഇഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. ഇഞ്ചിക്കാണ് കുറച്ച് പച്ചപ്പുള്ളത്. വെളുത്തുള്ളി പെട്ടെന്ന് പിന്നെ ആവും. അപ്പം ഞാനങ്ങനെ ഇഞ്ചിയൊക്കെ ഒരു സൈഡിലിട്ട് അത് വഴറ്റി എടുത്തു. പിന്നെ ഇവിടെ ഗ്രേവി കുറവായത് കുറച്ച് മതി ഗ്രേവി. അതുകൊണ്ട് ഞാൻ ഒരുപാട് തിക്നെസ്സിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ മല്ലിമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തത്. ചിക്കൻ മസാല ചേർക്കാം ആവശ്യാനുസരണം, ആവശ്യമുള്ളവർക്ക്. പിന്നെ നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞ് ചേർത്ത് ഗ്രേവിക്ക് തിക്നെസ്സൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ കോൺഫ്ലോർ ചേർക്കുന്നവരുണ്ട്. ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പച്ചമുളക് ഞാൻ ആദ്യം ചേർത്തില്ല. അതിൻ്റെ ഒരു പച്ചമുളകിൻ്റെ ഒരു പച്ചപ്പ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാനത് അധികം വഴന്ന് പോകുന്നതിന് മുന്നേ ആയിട്ട് അധികം വഴന്ന് കിട്ടാതെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അങ്ങനെ മുൻപിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞിട്ടാണ് അത് ചേർത്തത്. ഈ കൂടെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചേർത്തില്ല. അപ്പം ഇങ്ങനെ അടച്ച് വെച്ച് അതൊന്ന് വാടട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഒരുവിധം മൂത്ത് വരുമ്പം ഞാൻ സോയയും കൂടെ ഇട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പും കൂടി ഇടും കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പെരുജീരകം കുറച്ച് അങ്ങനെ തന്നെ ഞാൻ ഈ ഗ്രേവിയിലേക്ക് ചേർത്തു. അരച്ചിട്ടൊക്കെയാണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാൻ ഇങ്ങനെ ചേർത്താൽ ടേസ്റ്റിയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ചേർത്തത്. അത് കറിയിൽ അങ്ങനെ മുന്നിൽ നിൽക്കുകയൊന്നുമില്ല. ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചേർത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് സോയയിട്ട് ഇളക്കും. മസാലക്കൂട്ടൊക്കെ ഞാൻ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
സോയ ചങ്ക്സ് ഇതിലിട്ട് ഇങ്ങനെ ഇളക്കുന്നത് അതിൽ മസാലയൊക്കെ പറ്റാനും പിടിക്കാനും ഒക്കെ നല്ലതാണ്. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഇതിലൊക്കെ മസാലയൊക്കെ പിടിച്ചൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ പച്ചവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ നല്ല തിളച്ച വെള്ളമൊന്നും അല്ല, ഒരു മീഡിയം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു പച്ചപ്പ് ചുവയായിരിക്കും, ടേസ്റ്റിനൊരു എന്താ പറയുക, ഒരു നല്ല ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പം ഞാനൊരു ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഞാനിത് ഇനി അടച്ച് വയ്ക്കും. കുറച്ച് സമയം അടച്ച് വെച്ച് അതിൻ്റെ വെള്ളം ഒന്ന് കുറുകി വരുമ്പോൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയാം, ഇല്ലെങ്കിൽ ഒരു പച്ചപ്പ് ചുവയായിരിക്കും, ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റൊക്കെ മതി. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. പിന്നെ വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബിരിയാണിക്കും അങ്ങനെയൊക്കെ ബീഫൊക്കെ കഴിക്കാത്ത ആൾക്കാർക്ക് വളരെ എന്താ പറയുക, ബീഫിൻ്റെ അതേ ടേസ്റ്റാണ്. എനിക്കും വളരെ ഇഷ്ടമാണിത്. അപ്പം ഞാനിങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ചപ്പാത്തിക്കാണിത് ഇന്ന് കൂട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളയപ്പം, ചപ്പാത്തി എന്ത് ആണെങ്കിലും, എന്താ പറയുക, ഇടിയപ്പം, എന്ത് പലഹാരമാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇത് കറിയായിട്ട് കൂട്ടാൻ വളരെ നല്ലതാണ്.